ഹായ് ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ 5000 രൂപ. നിന്റെ കക്ഷത്തിൽ എന്താ മൂലക്കുരു പ്രായം കാണിക്കാന്ന് വിചാരിക്കും ആൾക്കാര്. എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ നല്ലതും എനിക്ക് കുറച്ച് പുണ്യം കിട്ടിയാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ സ്പോൺസേഴ്സ് ഇരുന്ന് 7 ലക്ഷം രൂപ ഫോളോവേഴ്സും അത് മതി. എനിക്ക് വേറൊന്നും വേണ്ട. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഇതൊക്കെ. 5000 രൂപ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങൾ, വളരെ ചെറിയ കുറച്ച് കാര്യം മാത്രം. ഭയങ്കരം തന്നെ. നിങ്ങൾ എന്റെ അക്കൗണ്ടും യവന്റെ അക്കൗണ്ടും ഫോളോ ചെയ്യണം. എന്റെ വാപ്പാടെ അക്കൗണ്ടിലൂടെ ഫോളോ ചെയ്യാൻ പറയാം. വാപ്പാക്ക് വിഷമോ? യവന്റെ വാപ്പയുടെ അപ്പൊ എന്റെ അച്ഛന്റെ അക്കൗണ്ടാ. അപ്പൊ നിന്റെ അച്ഛന്റെ അക്കൗണ്ട് പറ. ഇവന്റെ മാമീനെ, എന്റെ മാമീനെ ബ്രാൻഡ് പാർട്ണർ 5000 രൂപ കൊടുക്കുന്നില്ല പാവം. അപ്പൊ മൊത്തം നിങ്ങളൊരു 24 അക്കൗണ്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഈ 5000 രൂപ ഞങ്ങള് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരും. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണല്ലോ. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടല്ലേ. നിങ്ങൾക്കുള്ളതാ. അതെ, പോവാൻ പറ്റേ. ചിലപ്പോൾ ഓട്ടം കിട്ടാൻ സാധ്യത. യുവമാർക്ക് എന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി ഒന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ കാണിക്കാനും റീച്ചിനും വേണ്ടി എന്നാണ് യുവമാര് പറയുന്നത്. ആയിക്കോട്ടെ, എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ലേ? ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയെ ഞാൻ ഡോക്ടറിനെ പഠിപ്പിക്കുന്നില്ലേ? അതുപോലെ കേരളത്തിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ സ്വന്തം വണ്ടി വിട്ടുകൊടുത്തില്ലേ? അതുപോലെ ഇനി ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ, എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഞങ്ങളൊരു വണ്ടി ലക്ഷങ്ങൾ മുടക്കി കേരളത്തിന് വേണ്ടി പണിഞ്ഞിറക്കിയില്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണിച്ചും കാണിക്കാതെ എല്ലാം ചെയ്തേക്കുന്നു. എടാ, ഈ കുറ്റം പറയാൻ നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ പറയുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അപ്പൊ നീയൊക്കെ ഒറ്റ മൈൻഡിൽ പറയും ഞങ്ങൾ കാണിക്കാതെ ചെയ്യുന്നുണ്ട്, തേങ്ങ ചെയ്യുന്നുണ്ട്. നീയൊക്കെ ചുമ്മാ വന്ന് ഇങ്ങനെ കൊണ അടിക്കാൻ എല്ലാവർക്കും പറ്റും, അത് ചെയ്ത് കാണിക്കാനാ പാട്. എടാ, പിന്നീട് നീയൊക്കെ ഈ കുറ്റം പറഞ്ഞ ഈ ഗീവയുടെ കാര്യമില്ല. എടാ, എന്റെ സ്വന്തം വണ്ടി ഗീവവേ കൊടുത്തിട്ടാണ് ഞാൻ കേരളത്തിൽ ഈ ഗീവവേ ട്രെൻഡ് ആക്കി എടുത്തത്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാം പാർട്ടികളെ. എടാ, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗീവവേസ് പലർക്കും വേണ്ടിയും പല ബ്രാൻഡിന് വേണ്ടിയും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എടാ, ഇത് ചെയ്യാൻ നമ്മളുള്ളത് കൊണ്ടല്ലേ പല ബ്രാൻഡുകൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗീവവേസ് നമ്മളിവിടെ കൊടുക്കുന്നത്. എടാ, നിന്റെയൊക്കെ ഈ സോക്കേട് കാരണമാണ് ഞാൻ ഇപ്പൊ എന്റെ പേജ് ഫോളോ ചെയ്യാൻ പറയാതെ ബ്രാൻഡ് പാർട്ണേഴ്സിന്റെ പേജ് മാത്രം ഫോളോ ചെയ്യാൻ പറയുന്നത്. എടാ, ഈ ഗീവവേസ് കിട്ടി എത്രയോ പേരുടെ ജീവിതമാണ് മാറി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഗീവ് അവേ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ക്യാഷിന്റെ ഭൂരിഭാഗവും ഞാൻ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആരുടെയും കുടുംബസ്വത്തല്ല. ആർക്കും ആരെയും കുറ്റം പറയാം, ആർക്കും ആരെയും ട്രോളാം. പക്ഷെ ആ ചെയ്യുന്നതിനൊക്കെ ഒരു എത്തിക്സ് വേണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. 1 രൂപ കൊണ്ട് സൂപ്പിയിൽ ഇന്ത്യയുടെ സ്വന്തം ഗെയിമായി ലുഡോ കളിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടേ നോക്കും. എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരുതരം ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി. അർജു പലതരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അതും ഇതുപോലെ പച്ച കള്ളങ്ങൾ പറഞ്ഞിട്ട് വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് മൈ 11 സർക്കിൾ ആണ്. ഒരു ഫാന്റസി ആപ്പ് ആണെങ്കിൽ കൂടെ ഇതൊരു ബോർഡർ ലൈൻ ഗാംബ്ലിംഗ് ആണ്. ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ബൈനോമോ ആണ്. ഇതൊരു തട്ടിപ്പ് ട്രേഡിംഗ് ആപ്പ് ആണ്. ഇതുപോലത്തെ തട്ടിപ്പ് ആപ്പുകളിൽ ചെന്ന് ട്രേഡ് ചെയ്ത് അതിൽ കൊണ്ട് പൈസ കളയരുത് എന്ന് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്ററായ സെബി പലതവണ പബ്ലിക്കിനെ അറിയിച്ചിട്ടുള്ളതാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ളൊരു തൊട്ടിക്കൂട്ടുകാരൻ. ഈ വീഡിയോകളിൽ പ്രൊമോട്ട് ചെയ്യുന്നത് പ്രോബോ ആണ്. ബേസിക്കലി ബെറ്റിംഗ് തന്നെയാണ്. കുറച്ച് ലൂപ്പ് ഹോളുകൾ വെച്ച് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നു. അർജുന്റെ വീഡിയോകളിൽ മൊത്തം ഇപ്പോൾ ഇതുപോലത്തെ പ്രൊമോഷനുകൾ മാത്രമാണ്. ഞാൻ റിച്ച് ആണെന്ന് സ്വപ്നം കണ്ടു. നിനക്ക് സ്വപ്നത്തിൽ മാത്രമല്ല, റിയൽ ലൈഫിൽ നിനക്ക് റിച്ച് ആകാം. അതെങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ 1 രൂപ കൊണ്ട് സൂപ്പിയിൽ ഇന്ത്യയുടെ സ്വന്തം ഗെയിമായി ലുഡോ കളിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടേ നോക്കും. ഞാൻ ഇതുപോലെ എത്രയോ പേരെ രക്ഷിച്ചിരിക്കുന്നു. ഇതൊരു തൊഴിലായിട്ട് കാണാതിരുന്നാ മതി. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയും.